ഹായ് എവരി വൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി സിമ്പിളായിട്ടുള്ള പുഡിംഗ് ആണ് കേട്ടോ. ഇതുണ്ടാക്കാൻ നമുക്ക് വേണ്ട സാധനങ്ങളാണ് ബ്രെഡ്, ഒരു കോഴിമുട്ട, പഞ്ചസാര, പാല്. അപ്പം ഇത്രയും സാധനങ്ങൾ നമുക്കിനി മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ബ്രെഡ് ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് നമ്മളൊരു കോഴിമുട്ടയാണ് എടുത്ത് വെച്ചേക്കുന്നത്. കോഴിമുട്ടയാണ് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് പഞ്ചസാരയാണ്. ഒരുപാട് മധുരം വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാൻ 2 സ്പൂണേ ചേർക്കുന്നുള്ളൂ. പഞ്ചസാര നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഒരു ഗ്ലാസ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസൻസ് ഉണ്ടെങ്കിൽ 1 സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. ഞാൻ ഏലക്കാപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നന്നായിട്ട് നമുക്ക് അടിച്ചെടുക്കാം. ഇനി ഗ്യാസ് കത്തിച്ച് അതിലൊരു പാത്രം വെച്ചിട്ട് നമുക്ക് പഞ്ചസാര കാരമലൈസ് ചെയ്യാൻ വേണ്ടി വെക്കണം. നമ്മൾ പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന പാത്രത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ച് വേണം നമ്മൾ പഞ്ചസാര എടുക്കാനായിട്ട്. അതിന് നിറച്ച് വേണം. അതായത് അതിൻ്റെ നമ്മൾ ഈ കാരമലൈസ് ചെയ്ത പഞ്ചസാര അതിലേക്ക് ഒഴിക്കുമ്പോൾ ആ പാത്രത്തിൻ്റെ അടിഭാഗത്ത് എല്ലായിടത്തും പറ്റണം. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനൊരു 4 സ്പൂൺ പഞ്ചസാര എടുത്ത് മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി ഇത് മെൽറ്റായി അതിൻ്റെ നിറം മാറുന്നോടം വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ചെറു തീ വെച്ചാൽ മതി. കളറ് മാറി വരുന്നുണ്ട്. കുറച്ചുകൂടെ കളറ് മാറി നന്നായി പഞ്ചസാര എല്ലാം നന്നായിട്ട് മെൽറ്റായി വരണം. ഈ കളറാകുമ്പോഴത്തേനും നമുക്കത് വാങ്ങിയെടുക്കാം. ഞാനൊരു ചോറ്റുപാത്രത്തിലാണ് ഇന്ന് പുഡിങ് സെറ്റ് ചെയ്യാൻ വെച്ചേക്കുന്നത്. അപ്പോൾ ആ പാത്രത്തിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ പുഡിങ്ങിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. ഇത് തിളച്ച് കഴിയുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് മറ്റൊരു പാത്രം ആവി കിടക്കാൻ പരുവത്തിനുള്ള ഒരു അരിപ്പക്കൊട്ട വയ്ക്കാനാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ അരിപ്പക്കൊട്ട വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ചോറ്റുപാത്രം വെച്ച് കൊടുത്താൽ മതി. ചോറ്റുപാത്രം ആകുമ്പം അത് നമുക്ക് ടൈറ്റായിട്ട് അടച്ച് വയ്ക്കാമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ചോറ്റുപാത്രം എടുത്തത് കേട്ടോ. ഇനി നമുക്കിത് അടപ്പ് കൊണ്ട് അടച്ചു വയ്ക്കാം. അരമണിക്കൂർ സമയം നന്നായിട്ട് ആവിയിലിത് വേവിച്ചെടുക്കണം കേട്ടോ. അരമണിക്കൂറിന് ശേഷം ഞാൻ നോക്കിയപ്പോഴേക്കും സെറ്റായിട്ടുണ്ട്. ഇനി ഇത് പുറത്ത് വെച്ച് ഒരു മണിക്കൂറോളം തണുപ്പിക്കുക. നന്നായിട്ട് തന്നെ തണുക്കണം. അതിന് ശേഷമാണ് ഇനി ഇത് ഫ്രീസറിലേക്ക് നമ്മൾ കുറച്ച് നേരത്തിന് വെക്കുന്നത്. അപ്പം 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനും ഏകദേശം തണുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് അതുപോലെ തന്നെ നമുക്ക് ഫ്രീസറിലേക്ക് വെക്കാം. ഒരുപാട് നേരമൊന്നും ഫ്രീസറിൽ വെക്കേണ്ട. അരമണിക്കൂർ വെച്ചാൽ മതി. അരമണിക്കൂർ വെച്ചതിന് ശേഷം ഞാനിത് പുറത്തെടുത്തേക്കുന്നതാണ് കേട്ടോ ഇത്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് തട്ടി കൊടുക്കാം. നമ്മുടെ പുഡിങ് ഇത് അവിടെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നാവിൽ വെച്ച് അലിഞ്ഞു പോകുന്ന പോലത്തെ സോഫ്റ്റാണ് കേട്ടോ ഇത്. അപ്പം നമുക്കിത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം കേട്ടോ. ഗ്യാസിൽ തന്നെ വെക്കണമെന്നൊന്നും ഇല്ല കേട്ടോ. ഇതിപ്പോൾ നമുക്ക് നമ്മുടെ ഇഡ്ഡലിക്കുട്ടകം ഉണ്ടല്ലോ, അതിലും ഇതേ രീതിയിൽ വെച്ചാൽ മതി. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിക്കോളും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക,
ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ. ഓക്കെ, സീ യു.